باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والبلدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ്റെ അനുചരന്മാരും ബനു ഹാഷിം കുടുംബവും ബനു അബ്ദുൽ മുത്തലിബ് കുടുംബവും ഷിഅബു അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടതിൻ്റെ, ബഹിഷ്കരിക്കപ്പെട്ടതിൻ്റെ ഒരു ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വല്ലാതെ വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങൾ ആ ബഹിഷ്കരണ നാളുകളിൽ അവർ അനുഭവിച്ചതായി നമുക്ക് കാണാം. ഏതൊരു മനസ്സിനെയും അസ്വസ്ഥമാക്കുകയും ദുഃഖപൂർണമാക്കുകയും ചെയ്യുന്ന ദുരിതങ്ങളാണ് ആ നാളുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുചരന്മാർക്കും സഹിക്കേണ്ടി വന്നത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് ഉപോത്ബലകമായി, അതിന് കാരണമെന്നവണ്ണം മുശ്രിക്കുകൾ, മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതി തയ്യാറാക്കിയ, കഅബയിൽ കെട്ടിത്തൂക്കിയ, പ്രദർശിപ്പിച്ച ബഹിഷ്കരണ വിളംബരത്തിൽ ചില വാചകങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. അല്ലാ യുബായിഉഹും, ഇവരുമായി ഇനിമേൽ കച്ചവടം നടത്താൻ പാടില്ല. വലാ യുനാകിഹുഹും, ഇവരുമായി വിവാഹബന്ധം നടത്താൻ പാടില്ല. വലാ യുകല്ലിമുഹും, ഇവരുമായി ഒരു വാക്കും സംസാരിക്കാൻ പാടില്ല. വലാ യുജാലിസുഹും, ഇവരോടൊത്ത് ഇരിക്കാൻ പാടില്ല.
ഇങ്ങനെ സമ്പൂർണമായ ഒരു ബഹിഷ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും തൻ്റെ അനുചരന്മാരുടെയും മേൽ ഏർപ്പെടുത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ സകലമാന മാനുഷിക ബന്ധങ്ങളെയും അറുത്തുമാറ്റി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പ്രവാചകത്വത്തിൻ്റെ 7-ാം വർഷം ആ ഉപരോധം നീണ്ടു നിന്നത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒന്നുമല്ല, നീണ്ട 3 വർഷമാണ്. നീണ്ട 3 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും കുടുംബത്തിനും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് ശിഹാബു അബീ ത്വാലിബിൽ കഴിയേണ്ടി വന്നു എന്നതാണ്. ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ബഹുമാന്യ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ സംഭവങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്നതായി കാണാം. വസുമിഅ അസ്വാതു സിബിയാനിഹിം ബിൽ ബുകാഇ മിൻ വറാഇ ശഅബ്. ശിഹാബിൻ്റെ താഴ്വരയിൽ നിന്ന് ആ താഴ്വരകൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ കാൽപ്പാടുകളുള്ളിടത്ത് ആ ശിഹാബിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളുടെ വിശപ്പ് കൊണ്ടുള്ള, പ്രയാസങ്ങൾ കൊണ്ടുള്ള, ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള അവരുടെ ദീനരോദനങ്ങൾ ഉയർന്നു കേൾക്കാൻ കഴിയുമായിരുന്നു എന്ന്. അവർ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഭക്ഷണം ലഭ്യമല്ലാത്തതുകൊണ്ട്, അവർ ധനികരായിരിക്കെ, അവരുടെ കയ്യിൽ സമ്പാദ്യമുണ്ടായിരിക്കെ, സമൂഹം ബഹിഷ്കരിക്കപ്പെട്ടതിനാൽ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട്, ബന്ധുമിത്രാദികൾ ഉണ്ടായിരിക്കെ ഒറ്റപ്പെടേണ്ടി വന്നതുകൊണ്ട്, ഇങ്ങനെ പലവിധത്തിലും ആ ബഹിഷ്കരണം അവരെ ബാധിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് അവർ പോവുകയും കുറേ ആളുകളെങ്കിലും നാൽക്കാലികൾ കാഷ്ടിക്കുന്നത് പോലെ, വിസർജിക്കുന്നത് പോലെയുള്ള വിസർജ്യം അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു എന്നും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മറ്റൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണാം, അതിൽ ഒരു മനുഷ്യൻ പുറത്തേക്ക് നടക്കുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. പ്രതീക്ഷയോടുകൂടി മണ്ണ് മാറ്റി അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയുന്നത് ഒട്ടകത്തിൻ്റെ തുകലാണ്. ആ തുകലിൻ്റെ കഷ്ണം എടുത്തുകൊണ്ടുവന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് അത് അലിപ്പിച്ച് അതിനെ കുതിർത്തി അത് പാകം ചെയ്ത് കഴിക്കേണ്ടി വരുന്ന, അതിൻ്റെ വെള്ളം കുടിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേടിൻ്റെ അവസ്ഥയെ നമ്മൾ ഈ ശിഹാബു അബീ ത്വാലിബിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അവർക്ക് എന്നുള്ളതാണ്. ഒടുവിൽ ആ കരാറ് ചിതലെടുത്ത് നശിച്ചു പോകുന്ന അവസ്ഥയിൽ മാത്രമാണ് അത് പിൻവലിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അമ്മി ഇന്ന റബ്ബി ഖദ് സല്ലത്തൽ അർളത അലാ സഹീഫത്തി ഖുറൈശ് ഫലം തദഅ ഫീഹാ ഇല്ലാ അസ്ബതഹു. പിതൃവ്യ, റബ്ബ് സുബ്ഹാനഹു വ തആല അവർ എഴുതി ഉണ്ടാക്കിയ ആ പേപ്പറിന് മുകളിൽ ചിതലുകൾക്ക് അധികാരം നൽകുകയും അത് അള്ളാഹുവിൻ്റെ നാമമല്ലാത്തതെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആ റബ്ബുക അഖ്ബറക ബിഹാദ, നിന്നോട് നിന്റെ റബ്ബാണോ ഇത് അറിയിച്ചു തന്നത്? റബ്ബിൻ്റെ വൃത്താന്തമാണോ ഇത് എന്നാണ്. അതേ എന്ന് പറഞ്ഞ് അബൂ ത്വാലിബ് മക്കയിലെ ഖുറൈശികളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ കാര്യം പറയുമ്പോൾ അവർ അത് പരിശോധിക്കുകയും ആ സഹീഫത്ത് തന്നെ നശിച്ചുപോയ അവസ്ഥയിൽ ആ ഉപരോധം പിൻവലിക്കുകയും ആ സമയത്ത് മാത്രമാണ് ആ കുടുംബത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും മക്കയിലേക്ക് സാധാരണഗതിയിലുള്ള ഒരു ജീവിതം സാധ്യമായത് എന്ന്
ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അബൂ ത്വാലിബിൻ്റെ ആ ഷേബു അബി ത്വാലിബിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ചരിത്രം എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇതുപോലെ സമാനമായതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീതിതമായതോ ആയ ഒരു സാഹചര്യം അഭിമുഖീകരിച്ചുകൊണ്ടൊരു സമൂഹം ഫലസ്തീനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഷേബു അബി ത്വാലിബിൻ്റെ ചരിത്രം ഇങ്ങനെ നമ്മൾ വായിച്ചും പറഞ്ഞും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുമോ എന്ന്. പച്ചില ഭക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കുഞ്ഞുകുട്ടികൾക്ക് ഉണ്ടാവുകയോ എന്ന്. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ നേർചിത്രങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ കൈകളിലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും മരുന്നും അടക്കമുള്ള അവശ്യ സാധനങ്ങൾ തടയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ. ഭക്ഷണം വാങ്ങാൻ അവരുടെ ക്യാമ്പുകളിൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് നേരെ പോലും വെടിയുണ്ടകൾ ഉതിർത്ത് അവരെ നിഷ്കരുണം കൊന്നുകളയുന്ന ശത്രുക്കളുടെ ഭീകരത. വിമാനങ്ങളിൽ നിന്നും താഴേക്ക് അവർക്കൊരഭയമെന്ന വണ്ണം ഇട്ടുകൊടുക്കുന്ന ഭക്ഷണങ്ങൾ പോലും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തു കൊണ്ടുപോകുന്ന ദയനീയത. വിശന്നു കരയുന്ന തൻ്റെ കുട്ടികൾക്ക് കാലിത്തീറ്റകൾ പോലും ഭക്ഷണമായി കൊടുക്കേണ്ടി വരുന്ന, അത് കഴിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ മക്കളെ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ. ഇങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ. കാരണം നമ്മളത് ലൈവായി പല വീഡിയോകളിലായിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അധിക നാളൊന്നുമായില്ല ഒരു കുട്ടിയുടെ വൃത്താന്തം നമ്മൾ വീഡിയോ ആയി കണ്ടിട്ട്, എനിക്ക് ഒരു റൊട്ടിയുടെയോ ഒരു ചപ്പാത്തിയുടെയോ കഷ്ണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ലോകത്തോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു പിഞ്ചു ബാലികയുടെ നേർചിത്രം നമ്മൾ കണ്ടത് വളരെ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ്. ഇങ്ങനെ പിഞ്ചോമനകളെ അടക്കം ആബാലവൃദ്ധം ജനങ്ങളെയും കൊന്നൊടുക്കി ഒരു വംശഹത്യ നടത്തി ഒരു നാട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുന്നിൽ സത്യവിശ്വാസികളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ദിനത്തെക്കുറിച്ചുള്ളതാണ്. ആ ദിനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഇന്ന് ഇവർ ഈ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന, പട്ടിണിക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പിഞ്ചോമനകൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. വഇദൽ മൗഊദതു സുഇലത്. അന്ന് ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്ത് തെറ്റിന്റെ പേരിലാണ് പറക്കമുറ്റാത്ത ഞങ്ങളെ കൊന്നുകളഞ്ഞത് എന്ന്, ഞങ്ങളുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന പ്രതീക്ഷയാണ് സത്യവിശ്വാസികളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടും കേൾക്കുകയും ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഇത് അനുഭവിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യാതെ, തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാതെ, ആ നാട്ടിൽ ഇപ്പോഴും ജീവനോടുകൂടി ഞാൻ ഷഹീദാകുന്നതുവരെയും ജീവിക്കണം എന്ന ആ ഉറപ്പോടുകൂടി അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദിവസത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന് ശുഭസൂചകമായ സന്ദേശങ്ങൾ നൽകുന്ന ഇടപെടലുകൾ കാണാൻ കഴിയും. ഈജിപ്തിലെ മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള സാറ അൽ അഖാരിയ, അവരാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞ് തൻ്റെ നാട്ടിൽ നിന്ന് കുപ്പികളിൽ ധാന്യങ്ങൾ നിറച്ച് കടലിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ആദ്യമായി ആ പ്രവർത്തനം ചെയ്തത്. അതിൽ അവർ ഒരു സന്ദേശം കൂടി എഴുതി വെച്ചു, നിങ്ങൾ ഈ ഭക്ഷണം കിട്ടിയതിൽ സന്തോഷിക്കണം, നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇക്കരയുണ്ട് എന്ന്. അത് കണ്ടവരാണ് അവരോടൊപ്പം ചേർന്ന് ആ ധാന്യങ്ങൾ നിറഞ്ഞ കുപ്പികൾ ആ കുട്ടികൾക്ക് അയച്ചു കൊടുത്തത്. ഈ ഒരു മെസ്സേജ് കണ്ട ഒരു ഡോക്ടർ ഫലസ്തീനിൽ നിന്ന് ഇവർക്കൊരു മറുപടി അയക്കുന്നുണ്ട്. നിങ്ങൾ അയച്ചു കൊടുത്ത, നിങ്ങൾ എറിഞ്ഞു കൊടുത്ത ആ കുപ്പികളിൽ നിന്ന് ലഭിച്ച ധാന്യങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിച്ച കുട്ടികൾ ആകാശത്തേക്ക് കരമുയർത്തിയിട്ട്, അല്ലാഹുവേ,
അവർക്ക് നീ സമാധാനം നൽകണേ എന്ന്, അവർക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥന നടത്തുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അവർക്ക് മറുപടി എഴുതുന്നതായി കാണുവാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അങ്ങനെ അവർ പറയുന്നതിനനുസരിച്ച് എത്ര ഭക്ഷണമാണ് നമ്മുടെ വീടുകളിൽ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നത് സാന്ദർഭികമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആഘോഷങ്ങളിൽ ആർഭാടങ്ങൾ കാണിച്ച് നമ്മൾ നശിപ്പിച്ചു കളയുന്ന ഭക്ഷണം എത്രയാണ്. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ബിന്നിലേക്ക് എറിയപ്പെടുന്ന ഭക്ഷണം എത്രയാണ്. അതിൽ ഒരു വറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന, അത് കൊതിക്കുന്ന പിഞ്ചുബാല്യങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിലുണ്ട് എങ്കിൽ ഇത് വേസ്റ്റാക്കുന്ന നമുക്ക് റബ്ബിനോട് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എങ്ങനെ സാധിക്കും എന്ന്. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ അവസ്ഥ ഇതാണ് എങ്കിൽ എന്ത് ഗുണമാണ്, എന്ത് പാഠമാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്. നിർഭയത്വത്തിൻ്റെ ഗേഹമായി പറയപ്പെടുന്ന ആരാധനാലയത്തിലേക്ക് നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി വുളൂ ചെയ്ത് സ്വപ്പുകളിൽ വന്ന് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്ന ആ പള്ളികളിലേക്കാണ് ബോംബുകൾ വർഷിച്ചത്. അവിടെ മൃതപ്രാണരായി കിടക്കുന്ന ആളുകൾ, അവസാനത്തെ ഷഹാദത്തിന്റെ കെലിമകൾ ചൊല്ലിക്കൊടുക്കുന്ന കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും നിങ്ങൾക്കതിൽ കാണാം. ഈമാനോടുകൂടി തൻ്റെ സഹോദരൻ ഷഹീദാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ആരാധനാലയങ്ങൾ പോലും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ആരാധനാ കർമ്മം നിർവഹിക്കുന്നവരെ പോലും വെറുതെ വിടാതെ ഇരിക്കുന്ന ഭീകരതയുടെ തീവ്രവാദത്തിൻ്റെ മുഖമാണ് നമുക്ക് ഫലസ്തീനിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ ഇതൊന്നു കേൾക്കണം. ഇസ്ലാമിൻ്റെ വക്താക്കളെയും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മൂടുപടം അണിയിക്കാൻ ശ്രമിച്ച് അവരെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ വൃത്താന്തം ഒന്ന് കേൾക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്ന ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന പ്രായപൂർത്തി പോലുമായിട്ടില്ലാത്ത പടനായകന് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്ന്, വസൗഫ തമുറൂന ബിഅഖ്വാമിൻ ഖദ് ഫറഗു അൻഫുസഹും ഫിസ്സവാമിഅ ഫദഊഹും വമാ ഫറഗു അൻഫുസഹും ലൗ. നിങ്ങൾ പോകുന്ന ഇടത്ത് അവരുടെ സന്യാസി മഠങ്ങളിൽ ആത്മീയതയിൽ ആരാധനയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഭജനമിരുന്നു കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ ആരാധനാലയങ്ങളിലേക്ക് കടന്ന് നിരായുധരായിരിക്കുന്ന അവരെ നിങ്ങൾ ആക്രമിക്കരുത്. ആരാധനാലയങ്ങളിലേക്ക് അതിൻ്റെ പവിത്രത അത് ആരുടേതാണ് എങ്കിലും അത് നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം. മാത്രമല്ല ഒരുപടി കടന്നു പറയുന്ന വർത്തമാനം, അവർ ആരാധന നിർവഹിച്ച് പള്ളിയുടെ പുറത്തേക്ക് വരട്ടെ എന്ന് കരുതി പുറത്ത് കാത്തിരിക്കാനും പാടില്ല. അവരെ നിങ്ങൾ ഒഴിവാക്കി പോകണം എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് അത് കൃത്യമായി പാലിക്കുന്ന ഒരു സമൂഹത്തെ ഈ രൂപത്തിൽ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ചാപ്പകുത്തി, എന്നാൽ യഥാർത്ഥ തീവ്രവാദികളെ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പുതിയ വേഷത്തിലും പുതിയ രൂപത്തിലുമൊക്കെ അംഗീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 300-ലധികം കരാറുകൾ ലംഘിച്ചുകൊണ്ടാണ് ഫലസ്തീനിൽ ഈ കൂട്ടക്കുരുതി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. മാത്രമല്ല ഫലസ്തീൻ ഭൂമിക്ക് മുകളിൽ ഫലസ്തീൻ എന്നൊരു രാജ്യം ഇനി ഉണ്ടാവില്ല എന്നാണ് ചില ആളുകളുടെ ഒക്കെ പ്രഖ്യാപനം. ചിലർ പറയുന്നത് ഫലസ്തീൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യം ഭൂമിക്ക് മുകളിൽ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി വർത്തമാനം പറയുന്ന ഭരണാധികാരികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ അഹങ്കാരത്തോടുകൂടി പറയുന്ന ആ വർത്തമാനം പറഞ്ഞ ആളുകളുടെ അവസ്ഥ മുൻകാലങ്ങളിൽ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഫലസ്തീനിൽ 4% ജൂതന്മാരുടെ എണ്ണം എന്ന് പറയുന്നത്. 10% ക്രിസ്ത്യാനികളും കഴിഞ്ഞാൽ 86%
മുസ്ലിം സമൂഹം ജീവിച്ചിരുന്ന ഒരു നാട്ടിലാണ് അവിടേക്ക് കടന്നു കയറിയിട്ട് അവരുടേതായ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ തന്നെയും 1948 മെയ് 14 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രഖ്യാപിക്കുമ്പോഴേക്ക് അവിടെ ഫലസ്തീനിന് 45% ഭൂമിയും 55% ഭൂമി ഇസ്രായേലിനും വകവെച്ച് കൊടുത്തുകൊണ്ടാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കൊടും ചതികളുടെ, ക്രൂരതകളുടെ ചരിത്രം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വകവെച്ചു നൽകിയ ആ സ്ഥലത്ത് പോലും ഇന്ന് ബാക്കിയുള്ളത് 45-ൽ 22% മാത്രമാണ് അവരുടെ ലാൻഡിൽ ബാക്കിയുള്ളത്. അതുപോലും ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച്, ഈ ഭൂമുഖത്ത് ഒരു രാജ്യമായി അംഗീകരിച്ച് നിലനിർത്താൻ അംഗീകരിക്കില്ല എന്ന് പറയുന്ന സ്ഥിതിവിശേഷമാണ്, അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നാം ആലോചിക്കേണ്ടുന്നത്, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളെല്ലാം നമ്മളിങ്ങനെ കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അവരോടൊപ്പം മനസ്സാക്കാനെങ്കിലും, നമ്മുടെ മനസ്സ് അവരോടൊപ്പമാക്കാനെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. എത്ര കണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, എത്ര സമയം അതിന് നീട്ടിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. കേവലം ആരെങ്കിലും പറയുന്ന അല്ലെങ്കിൽ മിമ്പറുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്നതിനപ്പുറത്തേക്ക് എത്ര ആത്മാർത്ഥമായി അതിനു വേണ്ടി, അവർക്ക് വേണ്ടി, അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ആ ആലോചന പോലും ഇല്ല എങ്കിൽ എന്ത് ഇസ്സത്താണ്, എന്താണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്ന ആലോചന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ഈ കാര്യങ്ങളെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും വലുത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് എന്നാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ആദ്യത്തേത് അള്ളാഹുവെ ഈ നാടിന് നിർഭയത്വം നൽകണേ എന്നതാണ്. രണ്ടാമതാണ് വിഭവത്തെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിക്കുന്നത്. ആദ്യം വേണ്ടത് എന്താണ്? നിർഭയത്വമാണ്. നിർഭയത്വമില്ലാത്ത ഒരു നാട്ടിൽ എത്ര വിഭവമുണ്ടായാലും എങ്ങനെയാണ് സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയാം? നമ്മുടെ വീടുകളിൽ നിന്ന് സന്തോഷത്തോടുകൂടി വിദ്യാലയങ്ങളിലേക്ക് പോയിട്ടുള്ള നമ്മുടെ കുട്ടികൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന ഒരു പ്രതീക്ഷയുമില്ലാതെ, അതുമല്ലെങ്കിൽ ബോംബ് ചിന്നിച്ചിതറിച്ച ശരീരവുമായിട്ടായിരിക്കുമോ അവൻ വരിക എന്ന ഭയത്തോടുകൂടി ഒരു ഉമ്മക്ക്, ഒരു വാപ്പക്ക് വീട്ടിൽ എങ്ങനെയാണ് സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയാം? പട്ടിണിയാണെങ്കിലും, ഉടുക്കാൻ തുണിയില്ല എങ്കിൽ പോലും ഒരുപക്ഷെ സമാധാനമായി ജീവിക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരിക്കെ നിർഭയത്വം ഇല്ലാത്ത അവസ്ഥയുണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒരുത്തൻ അവൻ്റെ വിരിപ്പിൽ നിർഭയത്വമായി അവൻ്റെ വീട്ടിൽ കഴിയാനുള്ള അവസ്ഥ ഒരാൾക്കുണ്ട് എങ്കിൽ, വമുആഫൻ ഫീ ജസദി, ആരോഗ്യം, മറ്റു രോഗങ്ങൾക്കൊന്നും പിടുത്തം നൽകാതെ ശരീരം ആരോഗ്യത്തോടുകൂടി സൂക്ഷിക്കാനുള്ള അവസരം, അനുഗ്രഹം റബ്ബ് തന്നിട്ടുണ്ട് എങ്കിൽ, വഇൻദഹു ഖൂത യൗമി, ഇന്നേ ദിവസം കഴിക്കാനുള്ളത്, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ, ഫകഅന്നമാ ഖീസതു ലഹു ദുനിയ, അവൻ ദുനിയാവ് മുഴുവൻ ലഭിച്ചവന് തുല്യമാണ് എന്നാണ്. ഇതിനപ്പുറം എന്താണ് ഒരു മനുഷ്യന് ലഭിക്കേണ്ടത്? ഇതൊന്നും ലഭിക്കാത്ത ഒരു സമൂഹം നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കെ അള്ളാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങളെ എന്തുകൊണ്ടാണ് വിലമതിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത്? നമ്മളിപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അന്യൻ്റെ
അപ്പുറത്തുള്ളവൻ്റെ, അയൽവാസിയായവൻ്റെ, കൂട്ടുകാരൻ്റെ, അവനെപ്പോലെയുള്ള ഒരു ജീവിത രീതി, അവൻ്റേതുപോലെയുള്ള വാഹനങ്ങൾ, അവൻ്റേതുപോലെയുള്ള ഒരു ജീവിത സുഖം, സമ്പത്ത് ഒക്കെയാണ് എങ്കിൽ ഈ ഫലസ്തീനും ആ ഫലസ്തീനിൽ ഇന്നും ഷഹീദായിക്കൊണ്ടിരിക്കുന്ന ആ പിഞ്ചോമനകളും അതൊക്കെ നേരിൽ കാണുന്ന നമുക്ക് നൽകുന്ന ഗുണപാഠവും ചിന്തയും എന്താണ്? അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊരു വെള്ളിയാഴ്ച ദിവസത്തിലാണുള്ളത്. ഈ ദിവസത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും. വെള്ളിയാഴ്ച ദിവസം പള്ളികളിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളുടെ കച്ചവടം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോരണം എന്നുള്ളതാണ്. ഇത് അറിയാത്ത ഒരാളും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല. ഈ പ്രാധാന്യവും, ഒരു വെള്ളിയാഴ്ച ദിവസമായാൽ ആ ദിവസത്തിൽ പള്ളിയിലെത്തുന്നതിന് മുൻപ് ചെയ്യേണ്ടുന്ന മര്യാദകളും സുന്നത്തുകളും കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് നാം ഓരോരുത്തരും. എപ്പോൾ പള്ളിയിലെത്തിയാലാണ് ജുമുഅയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക എന്ന് ബോധ്യമുള്ളവർ, എപ്പോൾ പള്ളിയിലെത്തിയാൽ ഇതിന് പ്രതിഫലം ലഭിക്കില്ല എന്ന് കൃത്യമായി ധാരണയുള്ള ആളുകൾ. പക്ഷെ പലപ്പോഴും നമുക്ക് ആ വെള്ളിയാഴ്ചകളിൽ നേരത്തെ പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ. ഇതിനൊക്കെ നമുക്ക് പല കാരണങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു കാരണം എന്ന നിലക്ക് എനിക്ക് ബോധിപ്പിക്കാൻ പറ്റുന്നതാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ എന്നാണ്. കാരണം ദുനിയാവിൽ ഒരാളെയും നമ്മൾ ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല. പക്ഷേ പടച്ച റബ്ബിനെ ബോധിപ്പിക്കാൻ അള്ളാഹു സ്വീകരിക്കുന്നതാണോ നമ്മുടെ കാരണങ്ങൾ എന്ന് നാം ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിനത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞത്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന നാളുകളിൽ ഏറ്റവും ഉത്തമമായ ദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിക ആദം, അന്നാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും വഫീഹി ഉഖ്രിജ മിൻഹ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും എല്ലാം ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വലാ തഖൂമുസ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ അന്ത്യദിനം ഉണ്ടാവുകയില്ല എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഷൈഅൻ ഇല്ലാ അഅ്താഹു ഇയ്യാഹ്. ഈ വെള്ളിയാഴ്ച ദിവസം
യൗമുൽ ജുമുഅയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അവൻ്റെ തേട്ടം അള്ളാഹു നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സമയമുണ്ട് എന്ന്. പണ്ഡിതന്മാർ അതിന് 2 സമയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2 അഭിപ്രായങ്ങളാണ് അതിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണ് എന്നാണ്. ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് നാം നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയും ആ ആവശ്യം റബ്ബ് നിറവേറ്റി തരികയും ചെയ്യും എന്നാണ്. മറ്റൊരു സമയം അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെയുള്ളതാണ് എന്നാണ് മറ്റൊരഭിപ്രായം ഉള്ളത്. ഇതിൽ ഒന്ന് നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? പലപ്പോഴും അശ്രദ്ധമായിട്ടോ ഒക്കെ ആയിരിക്കും ആളുകൾ ആ സമയത്തിലുണ്ടാവും. ആ സമയത്തിന് ഉള്ളിൽ എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. എന്നാൽ എത്തിയവർ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. പിന്നെ ചില ക്ലാസ്സുകളിലൊക്കെ ചില കുട്ടികളുണ്ടാവും, അധ്യാപകൻ കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കും. അവർ വർത്തമാനം പറയാനും കശപിശകൾ ഉണ്ടാക്കാനുമൊക്കെ അവരായിരിക്കും മുൻപന്തി. അപ്പോൾ കാണാത്തിടത്താണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ അവിടെ ഇരുന്ന് കൂട്ടം കൂടി വർത്തമാനം പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതും ഒക്കെ വെറുതെയാണ്. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അടുത്തിരിക്കുന്നവൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവനോട് മിണ്ടാതിരിക്ക് എന്ന് പറയുന്നത് പോലും ജുമയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതിലേറെ ഇത്രയേറെ മഹത്വരമായ ഒരു സമയം, പ്രാർത്ഥിക്കേണ്ടുന്ന, പ്രാർത്ഥനാ നിർഭരമായി ഇരിക്കേണ്ടുന്ന ഒരു സമയം നാട്ടുവർത്തമാനം പറയാനും കൊച്ചു വർത്തമാനം പറയാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ നഷ്ടം എത്രയാണ് എന്ന ചിന്തയും നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ പള്ളികളിലേക്ക് നേരത്തെ തന്നെ എത്തുകയും സുന്നത്ത് നമസ്കരിച്ച് ഖുതുബ ശ്രവിക്കുന്നതിനായി ഇരിക്കുകയും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുക. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാം സൂചിപ്പിച്ചതുപോലെ പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഒരു ജനത ഫലസ്തീനിൽ ഇങ്ങനെ കഴിയുമ്പോൾ അള്ളാഹുവെ അവർക്ക് നിർഭയത്വം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം നിവർത്തിയുള്ള നമുക്ക് അതെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്തു മറുപടി റബ്ബിനോട് പറയാനാകും? റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, ഞങ്ങളുടെ പിഞ്ചോമനകൾക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കരങ്ങളെ നീ പിടിച്ചു കെട്ടണമേ തമ്പുരാനെ. സ്ഥൈര്യത്തോടുകൂടി ഈമാനോടുകൂടി ഷഹീദാകും കാലം വരെയും ആ നാട്ടിൽ ഉറച്ചു നിൽക്കാനുള്ള, ഈമാനോടുകൂടി നിൽക്കാനുള്ള മനസ്സിൻ്റെ ഉറപ്പ് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിർഭയത്വം നഷ്ടപ്പെടുന്ന പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മേൽ നീ അയക്കല്ല റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.